മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡ് എന്നത്. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 98 ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി നൽകിയതായി എംഎൽഎ അഡ്വക്കേറ്റ് രാജ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള ആധുനിക സൗകര്യത്തോടെയാണ് നിർമ്മാണം നടക്കുകയെന്നും ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എംഎൽഎ പറഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് പഞ്ചായത്തിന് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡ് വേണമെന്നത്. ഇതിന് പരിഹാരമായുള്ള നടപടികൾക്ക് തുടക്കമായതായി ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. 2022-23, 2023-24 എന്നീ 2 വർഷങ്ങളിലായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപയും പിന്നീട് 60 ലക്ഷം രൂപയും അനുവദിച്ച് ആകെ 98 ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി നൽകിയതായി എംഎൽഎ എ രാജ പറഞ്ഞു. പ്രാരംഭ നടപടികളുടെ ഭാഗമായി എസ്റ്റിമേറ്റ് അടക്കം തയ്യാറാക്കി നൽകി. ദീർഘനാളത്തെ ആവശ്യമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദീർഘനാളത്തെ ആവശ്യം മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പഞ്ചായത്തിനൊരു സ്വന്തമായി ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 2022, 2023, 2023-24 ഈ 2 വർഷങ്ങളിലായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ആദ്യം 38 ലക്ഷവും പിന്നീട് 60 ലക്ഷം രൂപയും, അങ്ങനെ 98 ലക്ഷം രൂപ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പണികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ എയ്സിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതുപോലെ വിശ്രമമുറികൾ, അതുപോലെ ആധുനിക സൗകര്യത്തോടുള്ള ഒരു ബസ് സ്റ്റാൻഡ്. ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള ആധുനിക സൗകര്യത്തോടെയുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നതെന്നും എംഎൽഎ പറഞ്ഞു. മറ്റു നടപടികൾ പൂർത്തിയാക്കി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എംഎൽഎ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.